ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ട്രാക്ടറിനെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രാക്ടർ തൂണേരി ഗ്രാമപഞ്ചായത്ത് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കാർഷിക കർമ്മസേന തൂണേരി ഒരു ട്രാക്ടറാണ്. നമുക്ക് ഈ ട്രാക്ടറുകൾ പൊതുവെ ലഭിക്കണമെങ്കിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാക്ടറുകൾ വാങ്ങിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 15 ലക്ഷം 20 ലക്ഷം രൂപ കേന്ദ്ര കൃഷി അടിസ്ഥാന ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ 50% വരെ സബ്സിഡി നമ്മുടെ പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട്. ആദ്യമായി തന്നെ പ്രധാനമന്ത്രി ആ ഒരു സ്കീം കൊടുത്തതാണ് ഈ ട്രാക്ടർ എൻ്റെ കയ്യിലെത്താനുള്ള കാരണം. അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാർഷിക കർമ്മസേന വരുന്ന ട്രാക്ടർ, ഇതിന് പലർക്കും ഇതെന്ത് ഉപയോഗിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് പോലും എന്തിനായി ട്രാക്ടർ ഉപയോഗിക്കുന്നത് പോലും എന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്താം. ട്രാക്ടർ വിദ്യാർത്ഥികളോട് പറയേണ്ടത്, ട്രാക്ടർ ഈസ് എ ഹെവി എക്യുപ്മെന്റ്സ് മെഷീൻ ടു യൂസ് അഗ്രികൾച്ചർ പർപ്പസ് എന്ന് പറയും. ചുരുക്കത്തിൽ ഒരു ഹെവി എക്യുപ്മെന്റ് ആണ്, കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൾട്ടി പർപ്പസ് എക്യുപ്മെന്റ് ആണ്. ട്രാക്ടർ ഈസ് എ മൾട്ടി പർപ്പസ് എക്യുപ്മെന്റ്. നേരത്തെ പറഞ്ഞ മാറ്റുണ്ടെങ്കിൽ ട്രാക്ടർ ഈസ് എ മൾട്ടി പർപ്പസ് എക്യുപ്മെന്റ്സ് എന്ന് പറയണം. ഒന്നിൽ കൂടുതൽ മൾട്ടി മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ മീറ്ററുകൾ ചേർന്നതാണ് മൾട്ടി മീറ്റർ. മൾട്ടി ചാർജർ ഉണ്ട്, ആ ചാർജറിന്റെ കുറെ കേബിൾ കാണാം. ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഇതിലുണ്ടാവും. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് മൾട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറഞ്ഞ ട്രാക്ടർ ഈസ് എ മൾട്ടി ഫങ്ഷൻ, മൾട്ടി പർപ്പസ്, ഒന്നിൽ കൂടുതൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന് ഡെഫിനേഷൻ കൊടുക്കുന്നത്. മൾട്ടി പർപ്പസ് ആണ്. ഞാനിത് ഡിക്ഷണറി നോക്കിയിരുന്നല്ല, എന്റേതായ ഡെഫിനേഷൻ ഞാൻ കൊടുത്തുള്ളൂ. അത് തന്നെയാണ് എന്റെ വീഡിയോ ഉണ്ടാവുക. ഞാൻ പഠിച്ചിട്ട് എന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ ട്രാക്ടറിന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തിനുള്ള ഉപകാരം, നമ്മൾ ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ കുറെ വീഡിയോ കാണാം. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറെ ലാഭങ്ങളില്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് ഒരു ട്രാക്ടറാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഈ ട്രാക്ടർ വയനാട് പോലത്തെ ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ ഈ ട്രാക്ടർ നമുക്ക് മൾട്ടി പർപ്പസ് ആയി ഉപയോഗിക്കാം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലേക്ക് ഇപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഗവൺമെന്റ് ഉണ്ടായിട്ട് ഈ ചൂരൽമല പോലത്തെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഈ ഡീസൽ കത്തിക്കുമ്പോൾ ഇതൊരു ട്രാൻസ്ഡ്യൂസറാണ്. നമുക്കറിയാം, എനർജി കൺസർവേഷൻ മൊമെന്റം എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. എനർജി ഐദർ can be one form to another form. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും അവിടെ മിസ്റ്റേക്ക് വേർഡ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാണ് വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നാളെ കുറ്റപ്പെടുത്തണ്ട. അങ്ങനെ, അതായത് എനർജിയെ നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള എനർജി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഇതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ, ഫ്യൂവലുള്ള എഞ്ചിന് അത് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഈ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ജനറേറ്റർ വർക്കിക്കാൻ പറ്റും. അപ്പൊ ഒരു നാട്ടിൽ മൊത്തം കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ പോണം നമ്മൾ ആ ട്രാക്ടറിലേക്ക് എടുക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഈ ജനറേറ്റർ കറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, ആ വണ്ടി ജനറേറ്റർ കറങ്ങുന്ന ഭാഗത്തിന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താവും, അവിടെ ഏത് ഹോസ്പിറ്റലിലാണോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇത് ഇതായി. ഇനി നമുക്ക് ട്രാക്ടർ നമുക്ക് ടൈലറായി ഉപയോഗിക്കാം. ഒരു സർക്കിള്, ഞാൻ രാവിലെ വേറൊരു വീട് പറഞ്ഞിട്ടുണ്ട്, ചെറിയ കുട്ടിയെ ക്ലാസ് എടുത്തിട്ടുണ്ട്. സർക്കിൾ, ഇങ്ങനെയുള്ള സർക്കിളുണ്ട്, അതുപോലെ തന്നെ ഈ സർക്കിളുണ്ട്. ഈ സർക്കിള് പെട്ടെന്ന് കാണിച്ചാൽ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട, ഇതൊരു ദീർഘവൃത്തമാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് ചിരിക്കുന്നതായിരിക്കും. ഈ ദീർഘവൃത്തമാണ്. ഈ വൃത്തത്തെ ഞാൻ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞ സർക്കിളാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കറക്റ്റ് സർക്കിളാക്കി വന്നാൽ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലേക്ക് വരയ്ക്കുന്ന നാണുകളായിരിക്കും കേന്ദ്രം. കേന്ദ്രത്തിൽ നിന്നും നാണിലേക്ക് തുല്യ അകലത്തിൽ വരയ്ക്കുന്ന ബിന്ദുക്കളെ കേന്ദ്രമായിരിക്കും എന്നത്. ഇതിന് നമുക്ക് ഈ സർക്കിൾ എന്ന് പറഞ്ഞ ഈ സാധനം, ഇങ്ങനത്തെ സാധനം വെൽഡ് ചെയ്തിട്ട് എന്തെങ്കിലും സാധനം റോൾ ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റി കൊടുത്താൽ ഇത് വരും.
ഈ ഷാഫ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രയലാക്കി ഉപയോഗിക്കാം. കണ്ടാ ഈ സാധനം കണ്ടാ ഇതിന് എടുക്കാൻ പറ്റും. കണ്ടാ അതിനുള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായി ഈ ട്രാക്ടർ വിത്ത് ടൈലറായി മാറും. ബാക്ക് നമുക്ക് ടൈലറായി മാറും. പിന്നെ ഇത് നമുക്ക് മോട്ടറായി മാറ്റണമെങ്കിലോ ഇതിന് മേലെ നേരെ എന്ത് ചെയ്താൽ മതി, ഒരു മോട്ടർ ഘടിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങി കഴിഞ്ഞാൽ മോട്ടറായി മാറും. അല്ലെങ്കിൽ പിന്നെ ഇനി നിങ്ങൾ എന്ത് പറയാം, ഇലക്ട്രിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രിഡ്ജ് ഉപയോഗിക്കാം, നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, ഇലക്ട്രിക്കൽ ഇക്വിപ്മെന്റ്സ് ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം. എല്ലാം നമുക്ക് അപകടം സങ്കല്പിക്കാം. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു നാട്ടിൽ വേണ്ടത് വലിയ ഇനോവ വണ്ടികളോ വാഹനങ്ങളല്ല, നിർബന്ധമായും ഒരു മഹലിലല്ല, ഒരു പള്ളി ജമാഅത്തിൽ വേണ്ടത്, ഒരു മഹല്ല് സംവിധാനത്തിൽ വേണ്ടത് ട്രാക്ടർ കമ്പൽസറി മസ്റ്റ്. ഒരു പള്ളി ഇല്ലെങ്കിലും നിങ്ങൾ അവിടെ ട്രാക്ടർ വാങ്ങിക്കണം, നമ്പർ 1. ഇല്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് വരുന്നത്, ദാരിദ്ര്യമാണ് വരുന്നത്. അപ്പൊ ചുരുക്കത്തില് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രാക്ടറിലായിട്ട് വരുന്നത്, ഈ ട്രാക്ടറിലെ ഉപയോഗങ്ങൾ വരുന്നത്. ഇത് സാധാരണ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ ട്രെയിലർ ഉപയോഗിച്ചിട്ട് നേരത്തെ കാണിച്ചതുപോലെ ഏകദേശം മെയിൻ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ ഈ പിന്നെ ഹെവി ഇൻസ്ട്രുമെന്റ്സ് തന്നെ നമുക്ക് വായ്ക്ക് കൊയ്യെടുക്കണമെങ്കിൽ നമ്മൾ ഈ റോഡിലെല്ലാം ഫയൽ എന്താണല്ലേ ഇങ്ങനെ റിങ് പോലെ ആയിട്ട് വരുന്നത് വളഞ്ഞിട്ട് സ്ക്രൂ ഡ്രൈവറിന്റെ തൊമ്പല്ല എന്താ പറയണ്ടേ, അതിന്റെ ജിഗർ ആയിട്ട് വരുന്ന പറയാം. നമ്മള് ഭൂമിയിലേക്ക് ആഴത്ത് ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആയിട്ട് വായന്റെ കൃഷി ഉപയോഗിക്കുന്ന കൊയ്യെടുക്കണമെങ്കിൽ ഈ ട്രാക്ടർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്ത് ആക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വെള്ളം അടിക്കണോ, ട്രാക്ടർ എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ട്രാക്ടർ കൊണ്ട് കഴിയാൻ പറ്റും. പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഓരോ മഹലും ഓരോ നാട്ടിലും ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരമാണ്. ഇനി എഞ്ചിനെ കുറിച്ചിട്ടും എനർജിയെ കുറിച്ചിട്ടും ഒരു ആത്മീയ രീതിയിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടി പറഞ്ഞാൽ എൻ്റെ ഇതിലേക്ക് തീർക്കും. എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ ബി വൺ ഫോം ടു അനദർ ഫോം എന്ന് പറയുമ്പോൾ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം. അതായത് നമ്മൾ ഹയ്യാൽ സലാം ഹയ്യാൽ ഫലാ എന്ന് ബാങ്ക് കൊടുക്കുന്നത് മാത്രമാണ് ഈ പറയുന്നുള്ളൂ. അതിനെന്താ അർത്ഥം? എന്ത്? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ലോകത്ത് ഒന്നും ഇവിടെ സംഭവിക്കില്ല. ഈ ലോകത്തുള്ള മുഴുവൻ റബ്ബുൽ മശ്രിഖൈനി റബ്ബുൽ മഗ്രിബൈൻ, അള്ളാഹു മശ്രിഖിൻ മഗ്രിബിന്റെ ഇടയിലുള്ള എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് പോട്ടെ. അവർ റസൂലായിക്കോട്ടെ, ഔലിയാക്കളായിക്കോട്ടെ, മനുഷ്യന്മാരായിക്കോട്ടെ, ജിന്നുകളായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ അവനക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടുള്ളൂ. അള്ളാഹുവിന്റെ കൈ കൊണ്ട് മാത്രമേ ഒന്നും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം മറ്റൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60-80 കിലോ ഉള്ള വെയിറ്റുള്ള സാധനം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഊർജ്ജം വേണ്ടേ? ഈ ഊർജ്ജം എവിടെ നിന്ന് കിട്ടി? ഈ ഊർജ്ജമാണ് എനർജി. ഈ ഊർജ്ജം കിട്ടുന്ന ഓൺ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഈ ഭക്ഷണത്തിൽ ഒരു മണി വറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിലിരുന്ന ബാറ്ററിയാണ്. ആ ഒരു മണി വറ്റി എന്ന് പറഞ്ഞ ക്ലോക്കിലിരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ആ ഒരു മണി ക്ലോക്കിലിരുന്ന ബാറ്ററി 1 കൊല്ലം 1.5 കൊല്ലം കറങ്ങുന്നില്ലേ? അതേ സോഴ്സ് ആണ് ഈ ഒരു മണി വറ്റിനുള്ളത്. അപ്പൊ ഈ എനർജി എന്ന് പറയുന്ന സംഭവം ഒരു CFL നമ്മൾ ഓഫാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ CFL കത്തിക്കാൻ വേണ്ട എനർജി ഒരു ബക്കറ്റിലെ വെള്ളമാണ് സങ്കല്പിക്കുക. ഈ വെള്ളം ടാങ്കിൽ നിന്ന് കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ കൊണ്ടുപോയി ടാങ്കിലേക്ക് ഒഴിക്കണമെങ്കിൽ എനർജി വേണം. ഇതിന് ലോകത്തുള്ള എല്ലാ സ്വർണം എന്ന് പറഞ്ഞാൽ സമ്പത്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ സ്വർണവും തന്നാലും ഈ വെള്ളം തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഓൻ തന്നെ കൊണ്ടുപോയി ഒഴിക്കുമെന്ന് അറിയൂ. ട്രാക്ടറൊന്നും വേണ്ട, ഡീസലൊന്നും വേണ്ട. ഓൻ കൊണ്ട് ഒഴിക്കണമെങ്കിൽ ഓനിക്കും വെള്ളം അടിക്കണ്ട, ഓനിക്ക് ഇടയ്ക്ക് ചോറുന്നല്ലേ. അപ്പോൾ ഈ എനർജിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും
ഇവിടെ പൈസ മേടിക്കുന്നില്ല. അരിക്ക് പൈസ കൊടുത്തില്ല മേടിക്കുന്ന അറിയും. ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്, ഞങ്ങൾക്കറിയാം, ഞാൻ ജഡിറ്റ് ഇസ്ലാമിലാണ് പഠിച്ചത്, ജോലി ചെയ്തിരുന്നത്. ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത് പിന്നെ പഠിച്ചത് റഹ്മാനി അറബിക് കോളേജിലെ സ്ഥാപനത്തിലാണ്, RAC ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെയാണ് കണക്ക് പഠിപ്പിച്ചതും കാങ്ങാട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചതും കാങ്ങാട്ട് ഉസ്താദിന്റെ മോനും അതേപോലെ ചെറക്കൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളാണ് നെഹ്മു സാർക്കും പഠിപ്പിച്ചത്. അതിനുശേഷം ഞാൻ പഠിക്കുന്നത് ടെക്നിക്കൽ വിദ്യാഭ്യാസം ഡിപ്ലോമയാണ്. ഡിപ്ലോമ അതിന് വേണ്ടേ ഉള്ളൂ, ടെക്നിക്കൽ വിദ്യാഭ്യാസം, ഹയർ സ്റ്റഡീസ് വേണ്ടിയില്ല. ഒരു ഡിപ്ലോമക്കാരനെ എന്റെ അനിയൻ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി വലിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരുപാട് കറണ്ട് ബില്ല് ഒരുപാട് കുറക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പുതിയ സംവിധാനങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പല ന്യൂട്രൽ ലൈനിലും പല കംപ്ലൈന്റ് ഉണ്ടായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണം എന്നാൽ ഞങ്ങൾ ഗവേഷണം തന്നെയാണ്. ഈ ഒരു ഗവേഷണ സ്ഥാപനമായിട്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ പിന്നെ ഗവേഷണ സ്ഥാപനത്തെ നിങ്ങൾ പരമാവധി, ഞങ്ങൾ ഗൂഗിൾ പേ ഉണ്ട്, ഞങ്ങൾ കറൻസി ആയിട്ട് ഞങ്ങൾ 100% ഞങ്ങളതിന് മുന്നോട്ട് പോകും. 100% ഡിജിറ്റലായിരിക്കും. ഒരു കറൻസിന്റെ 1 രൂപ പോലും ഞങ്ങൾക്ക് ക്യാഷ് ഞങ്ങൾ വിദ്യാർത്ഥികളുണ്ടാവും, വിദ്യാർത്ഥികൾ കൈകൾ കൊടുക്കരുത്. ഞങ്ങൾ നേരെ ഗൂഗിൾ പേ, അതല്ലെങ്കിൽ കൃഷി സാധനം, തേങ്ങയോ അടയ്ക്കയോ അരിയോ ഗോതമ്പോ ഇന്നുള്ള ചേമ്പോ ചേനയോ ചക്കക്കുരുവോ മുരിങ്ങയോ എന്തെന്നായില്ല, അത് ഞങ്ങൾ സ്വീകരിക്കും. ഇങ്ങനെ സ്വീകരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും പേയുണ്ട്. ഞങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടോന്നോ, ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും. അതും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളെ തേങ്ങയൊന്നുമില്ലേ, നിങ്ങളെ സാധനം വിൽക്കുന്നോ ചോദിക്കുന്നത്. നിങ്ങൾ തേങ്ങ വിൽക്കുന്നുണ്ടോ, നിങ്ങൾ 40 റുപ്യ പറഞ്ഞാൽ 40 റുപ്യ ചെക്ക് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ 50 റുപ്യ എല്ലാവർക്കും ഞാൻ ചെയ്യുമെന്ന് പറയുന്നില്ല. എല്ലാവരും പിടിച്ചിട്ട് എന്നെ 100 റുപ്യ ഞങ്ങൾ പറഞ്ഞില്ല. അതല്ല, അതിന് അർഹമായ രീതിയിലുള്ള കർഷകന് അർഹമായ രീതിയിലുള്ള പ്രാതിനിധ്യം കൊടുത്തിട്ട് കർഷകനെ തീർച്ചയായും നമ്മൾ ഇത്രയും വർഷം മുമ്പോട്ട് പോയി നോക്കുമ്പോൾ 2 ദിവസം 3 ദിവസമായിട്ടുള്ള ഞാൻ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് എന്തുകൊണ്ട് ഈ സർക്കാരിന്, പിണറായി സർക്കാരിന്, IT ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തേങ്ങ മൂത്തുക്കോ ഇല്ലോ എന്ന് IT ഉപയോഗിച്ചുകൊണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്നില്ലേ? പിണറായിയോട് ചോദിക്കേണ്ടതുണ്ട്. ഇനി കേന്ദ്രത്തോട് ചോദിക്കേണ്ടത്, പരുന്തുകൾ പറന്നുയരുന്നത് പോലെ പ്ലെയിനുകൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. നിങ്ങൾ ടെക്നോളജിക്ക്, ഗവേഷണത്തിന് നിങ്ങൾ പിന്നെ തരികയാണെങ്കിൽ, ഗവേഷണത്തിന് നിങ്ങൾ അർഹത തരികയാണെങ്കിൽ, ഗവേഷണത്തിന് നിങ്ങൾ അനുമതി തരികയാണെങ്കിൽ ഞങ്ങൾ പരുന്തുകൾ പറന്നുയരുന്നത് പോലെ പ്ലെയിനുകൾ ഞങ്ങൾ നിർമ്മിക്കും എന്ന് പറയുന്നു. അതേപോലെ തന്നെ പിണറായിയോട് പറയാനുള്ളത്, കാർഷിക ഗവേഷണ എല്ലാ പഞ്ചായത്തിലും എല്ലാ ഗ്രാമപ്രദേശത്തും നമ്മളെ കേരളത്തില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തേങ്ങയാണല്ലോ. തേങ്ങ പറിക്കാൻ ഒന്ന് ചൊട്ടി നോക്കിയാൽ മതി, അതിൽ ഇളനീരിന്റെ സൗണ്ടും, അത് ആരെ മാറി വന്നങ്ങ ഞങ്ങളെ പറയാ, വന്നങ്ങന്റെ സൗണ്ടും മൂത്ത തേങ്ങന്റെ സൗണ്ടും, ഈ 3 സൗണ്ട് ഉപയോഗിച്ചിട്ട് നിന്റെ IT വിദഗ്ധർക്ക് പറ്റില്ല എങ്കിൽ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് മാറി നിൽക്കും മോനെ, ഞങ്ങൾ നിർമ്മിച്ചു തരാം. ഇത് ഇസ്രായേൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളല്ലെങ്കിൽ ഞങ്ങൾ നിർമ്മിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.